സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരളത്തെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയത് സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയും അവരുടെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നതുമാണ്. അടിയന്തരമായി 10,000 കോടി കടമെടുക്കാൻ കേരളത്തിന് അനുമതിയില്ലെന്ന് വ്യക്തമാക്കിയ പരമോന്നത കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത്. കേരളം നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതും കൂടുതൽ വായ്പയെടുക്കാനുള്ള അവകാശം കേരളത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞതും സംസ്ഥാന സർക്കാരിന്റെ ഇത് സംബന്ധിച്ച അവകാശവാദങ്ങൾ പൊളിക്കുകയും ചെയ്തിരുന്നു. ഇടക്കാലാശ്വാസമായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് ഉത്തരവിടാനാവില്ലെന്നും 1 വർഷം അധികം കടമെടുത്താൽ അധിക തുക അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു. ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ചർച്ച നടന്നെങ്കിലും അത് വിജയിച്ചില്ല. 13,000 കോടിയിലേറെ കടമെടുക്കാൻ അനുവദിക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചെങ്കിലും അതിലും കൂടുതൽ തുക വേണമെന്ന് കേരളം നിലപാടെടുത്തു. അത് അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. ഫലത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടുകൾ സുപ്രീംകോടതി ശരിവച്ചിരിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ടതിലും ഏറെ സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കണക്കുകൾ കേന്ദ്ര ധനമന്ത്രി പലപ്പോഴായി വിശദീകരിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും എന്തു വന്നാലും തങ്ങൾ കൂടുതൽ കടമെടുക്കുമെന്ന് വാശി പിടിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. കടമെടുപ്പിന് പൊതുവായ നിബന്ധനകൾ ഉണ്ടെന്നും ഒരു സംസ്ഥാനത്തെ മാത്രമായി പരിധിയില്ലാതെ കടമെടുക്കാൻ അനുവദിക്കാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തെ പോലെ മറ്റൊരു സംസ്ഥാനവും ഇത്തരമൊരാവശ്യം മുന്നോട്ട് വച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതൊന്നും വകവയ്ക്കാതെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ ചെയ്തത്. കോടതിയിലും കേന്ദ്രം സ്വീകരിച്ച അനുഭാവപൂർവമായ സമീപനം അംഗീകരിക്കാതെ സംസ്ഥാന സർക്കാർ പിടിവാശി കാണിച്ചു. കേരളത്തിന് പിന്നാലെ പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിക്കുമെന്ന് വാർത്തകൾ വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ തെറ്റായ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിക്കൊടുക്കാമെന്ന് ആരെങ്കിലും ഉറപ്പ് നൽകിയിട്ടുമുണ്ടാകാം. ന്യായാധിപന്മാരെ സമ്മർദ്ദത്തിലാക്കി വിധി സമ്പാദിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരായ ചില അഭിഭാഷകരുണ്ടെന്ന് സുപ്രീം കോടതിയിലെ അഭിഭാഷക സംഘടന അടുത്തിടെ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യത്തെ നേരിടുകയാണെന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നതും കേരള സർക്കാരിന്റെ ലക്ഷ്യമായിരുന്നു. ഇതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമല്ലോ. സുപ്രീം കോടതി വിധിയോടെ ഇതൊക്കെ വിഫലമായിരിക്കുന്നു.